ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച മുരടിക്കും. വിലക്കയറ്റം അതിന്റെ പരകോടിയിലെത്തും. കേട്ടാൽ ഞെട്ടുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി. എന്നിട്ടും എന്തുകൊണ്ട് മോദി മിണ്ടുന്നില്ല? ലോകത്തിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് എക്കണോമി ആകാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ 4-ൽ നിന്ന് 6-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമി എന്ന് ഇന്ത്യൻ സർക്കാർ മാത്രം പറയുന്ന സമ്പദ് വ്യവസ്ഥ അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. അത് ഭരണകൂടവും നേതാക്കന്മാരും എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും മറയുന്നതുമല്ല. രാജാവ് അതിന്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവ് മാത്രം മൗനത്തിലാണ്. തൊഴിൽ നഷ്ടം, വിലക്കയറ്റം, വരുമാന പ്രതിസന്ധി, വായ്പ ആശ്രിതത്വം എന്നിവയിലൂടെ കടന്നു പോകുന്ന രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയുടെ ഏറ്റവും വലിയ പ്രതിഫലനം കാണാനാവുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട കണക്കുകളിലാണ്. ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സ്വർണം വെറും ഒരു ആഭരണമല്ല, ജീവിതത്തിന്റെ ഏറ്റവും മോശം സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന അവസാനത്തെ സാമ്പത്തിക സുരക്ഷാ സംവിധാനമാണത്. സാധാരണ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ആളുകൾ ആദ്യം ചിലവ് കുറയ്ക്കും, പിന്നീട് സേവിങ്സ് ഉപയോഗിക്കും. അതിനുശേഷം പ്രതിസന്ധി മാറിയില്ലെങ്കിൽ മാത്രമാണ് സ്വർണം പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ അവരുടെ അവസാന ഓപ്ഷനായ സ്വർണം പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 2026 സാമ്പത്തിക വർഷത്തിന്റെ 4-ാം ക്വാർട്ടറിലെ കണക്കുകൾ പ്രകാരം ഗോൾഡ് ലോൺ ആവശ്യകതയിൽ 115% അധികമാണ് വർധനവുണ്ടായത്. ഗോൾഡ് ലോൺ നൽകുന്ന സ്ഥാപനങ്ങളുടെ ഓഹരികൾ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളെക്കാൾ വേഗത്തിൽ വളരുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് ഇന്ത്യയിൽ പരമ്പരാഗത വായ്പകളേക്കാൾ കൂടുതൽ ആളുകൾ സ്വർണ്ണ വായ്പകളിലേക്ക് തിരിയുന്ന അവസ്ഥയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ മാത്രം കാര്യമല്ല, ഇന്ത്യൻ സർക്കാർ പോലും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം വിറ്റ് വിദേശ നാണ്യം സമാഹരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയല്ലെന്ന് RBI പറയുന്നുണ്ടെങ്കിലും ഏപ്രിൽ മാസത്തെ കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മെയ് മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വ്യക്തമാകും. അതിനിടയിൽ പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക, 1 വർഷം വിദേശയാത്ര ഒഴിവാക്കുക, സ്വർണം വാങ്ങൽ കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ജനങ്ങളോട് സർക്കാർ മുന്നോട്ട് വെച്ച് തന്നെ സാമ്പത്തിക സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. സ്വർണം വിറ്റ് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീങ്ങുമ്പോഴും നമ്മളോട് ചിലവ് കുറയ്ക്കാനാണ് പ്രധാനമന്ത്രി മോദി നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എക്കണോമി ഏറ്റവും സുരക്ഷിതമാണെന്ന് പറഞ്ഞ ഒരു സർക്കാർ അവസാനം വന്ന് നിങ്ങൾ ചിലവ് കുറച്ചോളൂ, മുണ്ടുമുറുക്കി കൊടുത്തോ എന്നൊക്കെ പറയുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിന്റെ ഏറ്റവും ദുർബലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കാണിക്കുന്ന മറ്റു ചില കാരണങ്ങളുമുണ്ട്. ഇന്ത്യയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ കരുത്തായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിൽ ഇപ്പോഴുള്ള ആശങ്കാജനകമായിട്ടുള്ള പ്രവണതകളാണ് അത് വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് തൊഴിലുറപ്പിന്റെ പ്രതീകമായി കണക്കാക്കിയിരുന്ന ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് കരുതിയിരുന്ന റിക്രൂട്ട്മെന്റ്സ് നടത്തിയിട്ടുള്ള IIT, IIM പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും ലഭിച്ച പല ജോലി ഓഫറുകളും പല കമ്പനികളും പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. IT സെക്ടറിലേക്ക് വരികയാണെങ്കിൽ 28 മാസത്തിനുള്ളിൽ പുതിയതായുള്ള നിയമനങ്ങൾ എല്ലാം തന്നെ വളരെ താഴ്ന്ന നിലയിലാണുള്ളത്. എൻട്രി ലെവൽ ജോലികൾക്ക് 40% തകർച്ചയും കുറവുമാണ് സംഭവിച്ചിരിക്കുന്നത്. റിലയൻസ് പോലെയുള്ള ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികൾ പോലും 90,000-ൽ മാത്രം താഴെ നിയമനങ്ങളെ നടത്തിയിട്ടുള്ളൂ. പുതിയ നിയമനങ്ങൾ നടക്കാത്തപ്പോൾ നിലവിൽ ജോലിയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് കണക്കാക്കാം. എങ്കിലും ഇൻഫ്ലേഷൻ കാരണം 10 വർഷത്തിനുള്ളിൽ വളരെ പരിമിതമായിട്ടുള്ള ശമ്പള വർധനവ് മാത്രമേ പലരുടെയും കരിയറിൽ ഉണ്ടായിട്ടുള്ളൂ. തൊഴിലവസരങ്ങളുടെ മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ് ഉള്ളത്. ആളുകളുടെ ശമ്പളം ഉയരുന്നില്ല, എന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഉള്ള സാധനങ്ങളുടെ വില കുതിച്ചു ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വീട്ടുവാടക, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യവസ്തുക്കൾ, വൈദ്യുതി, ഗതാഗതം തുടങ്ങിയ ജീവിത ചെലവുകൾ അതിരൂക്ഷമായ രീതിയിൽ തുടർച്ചയായി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഗ്യാസിന് മാത്രം 4 മാസം കൊണ്ട് 1422 രൂപയാണ് കൂടിയിട്ടുള്ളത്. അതായത് ശമ്പളം ഉയരുന്ന വേഗത്തേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ജീവിത ചെലവ് കുതിക്കുന്ന അവസ്ഥ. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനിലേക്ക് വരികയാണെങ്കിൽ ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ കഴിഞ്ഞ 40 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം എടുത്ത് നോക്കുകയാണ് എങ്കിൽ 7 മുതൽ 7.5% വരെയാണ് പണപ്പെരുപ്പം ഏറിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ജീവിത ചിലവ് കുറയ്ക്കുകയും തൽഫലമായി സേവിങ്സ് ഇല്ലാതെയായിക്കൊണ്ട് ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ത്യയിലെ പലർക്കുമുള്ളത്. ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ 2021 ജൂലൈയിൽ ഏകദേശം 1.32 ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ 2025 ജൂലൈ ആകുമ്പോഴേക്കും അത് 3 ലക്ഷത്തിൽ അധികം
കോടിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ മാത്രമല്ല, നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തിന് തന്നെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി അല്ല, ഏറ്റവും മോശമായ വൾണറബിൾ ആയ എക്കണോമിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പഴയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സുഭാഷ് ചന്ദ്ര ഗാർഗ് ആണ്. വളർച്ചയുടെ കാര്യത്തിലും ഇൻഫ്ലേഷൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, സ്പോർട്സ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നീ മേഖലകളിലെല്ലാം ഇന്ത്യ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുകയാണ്. യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിലും നമ്മുടെ സർക്കാർ പല കാര്യങ്ങളും നമ്മളോട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കാലം നമ്മളോട് എല്ലാം ഓക്കെയാണ്, ഇറാൻ യുദ്ധം കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല, ഇന്ധന കമ്മിയില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് എല്ലാം കൈവിട്ടു പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. വിദേശ നിക്ഷേപകർ ഇന്ത്യ വിട്ടുപോയി. ഫാക്ടറി, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴുള്ള പ്രതിസന്ധികൾ യുദ്ധം നിന്നാൽ തീരുന്നതാണോ? എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഭരണം കൈയാളുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴുള്ള അവസ്ഥ മറികടക്കാൻ ആവുന്നില്ലേ? ഇപ്പോൾ തന്നെ പെട്രോളിന്റെ വില 113-അടുത്താണ്. പെട്രോൾ വിലക്കയറ്റം ഇൻഫ്ലേഷനെ ബാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാത്തിനും വില കൂടും. എന്നാൽ യുദ്ധത്തിന് മുൻപ് തന്നെ, പെട്രോൾ വില കൂടുന്നതിന് മുൻപ് തന്നെ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഷെയർ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ വലിയ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് ആ കാര്യത്തിലും ഇന്ത്യ പിന്നിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. GDP-യിൽ 3-ാം സ്ഥാനം സ്വപ്നം കണ്ടവർ ഇപ്പോൾ 6-ാം സ്ഥാനത്താണുള്ളത്. ഇന്ത്യയുടെ നോമിനൽ GDP പെർ ക്യാപിറ്റ ഇൻകം അതിന്റെ കാര്യത്തിലും ലോക രാജ്യങ്ങളിൽ 147-ാം സ്ഥാനം മാത്രമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത്. അതായത് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം $2813 മാത്രമാണ്. എന്നാൽ ഇന്ത്യൻ എക്കണോമി ഇത്തരത്തിൽ തളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധയും ഇലക്ഷനിൽ മാത്രമായിരുന്നു. ഇലക്ഷൻ കഴിയുന്നത് വരെ ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും കാലം ഈ പറഞ്ഞ അവസ്ഥയും സാഹചര്യവും ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് മോദിയും അദ്ദേഹത്തിന്റെ അനുചരന്മാരായിട്ടുള്ള മാധ്യമങ്ങളും മറച്ചു വെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള വിദേശ നിക്ഷേപകർ തകരുന്ന ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 2025-ൽ $18.91 ബില്യൺ, 2026-ൽ $26.4 ബില്യൺ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചു. കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. 2022 മുതൽ ഇന്ത്യയിൽ നിന്ന് നിക്ഷേപകർ പണം പിൻവലിക്കാൻ തുടങ്ങിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ സ്റ്റോക്ക് ട്രേഡിംഗിലും എക്കണോമിക് പോളിസികളിലും ശ്രദ്ധ വയ്ക്കുകയും നിക്ഷേപകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും സർക്കാർ ചെയ്യണമായിരുന്നു. എന്നാൽ നമ്മുടെ കേന്ദ്ര ധനമന്ത്രിക്ക് അതിനൊന്നുമായിരുന്നില്ല കരുതലുണ്ടായിരുന്നത്. അവർ ഇന്ത്യക്ക് വലിയ സ്റ്റോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ നോക്കിയിരുന്നത് കൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള നിക്ഷേപകർ പോലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും കൂടി സൃഷ്ടിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026-ലെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഒരു കമ്പനി പോലും ലോകത്തിലെ മികച്ച 100 കമ്പനികളുടെ ലിസ്റ്റിൽ ഇല്ല എന്നതാണ്. 2025 റിലയൻസ്, HDFC, TCS എന്നീ കമ്പനികളെല്ലാം ആദ്യ 100-ന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അടിയിൽ പോകുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപകരെല്ലാം അവരിൽ നിക്ഷേപിച്ചിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റുകൾ വിശ്വാസം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പിൻവലിച്ചത് കൊണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കുറെ നാളുകളായി ന്യൂ ഏജ് ടെക്നോളജികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് പുതിയ കാലത്തിന് പറ്റിയ രീതിയിലുള്ള എക്കണോമിക്കൽ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നത്. നമ്മൾ ഇപ്പോഴും പഴയ സെയിം ബാങ്കിങ്, ഫിനാൻസ്, നിർമ്മാണം എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങളായ അമേരിക്കയും കൊറിയയും എല്ലാം പോലെയുള്ള ഇടങ്ങളിൽ വലിയ ഓപ്പർച്യൂണിറ്റികൾ തേടുമ്പോൾ നമ്മൾ ഇപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സേഫ് ആണ് എന്ന് കരുതിയിട്ടുള്ള കമ്പനികളിൽ പോലും നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് പോലും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. തായ്വാൻ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പല പ്രമുഖ കമ്പനികളും ഡൗൺ ആയതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്ന വിള്ളലുകളിൽ പലതും നമ്മൾ കൃത്യമായും വ്യക്തമായി കാണാത്തതും അതിൽ ശ്രദ്ധ ചെലുത്താതിരുന്നതും കൊണ്ടുകൂടിയാണ് ഈ ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. 2014-ൽ മോഡി ഗവൺമെന്റ് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ എക്കണോമി വളരെയധികം സമ്മർദ്ദം അനുഭവിച്ചിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. GDP-യും രൂപയുടെ മൂല്യത്തകർച്ചയും ഇൻഫ്ലേഷനും നമ്മളെ ലോകത്തിലെ ഏറ്റവും ദുർബലമായ 5 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഒരു പരിധി വരെ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് കാരണവുമായിരുന്നു. അന്ന് അധികാരം പിടിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അജണ്ടകളിൽ 100 സ്മാർട്ട് സിറ്റികൾ, 2 കോടിയിലധികം ജോലികൾ,
രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം ജനങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 12 വർഷത്തിന് ശേഷം ഇതിലെല്ലാം നമ്മൾ ഏറ്റവും മോശമായ സ്ഥിതിയിൽ 1-ാം സ്ഥാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്കണോമിസ്റ്റുകൾ പറയുന്നതിന് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു എക്കണോമി ഇപ്പോൾ ഇന്ത്യയുടേതായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രൂപയുടെ ഈ ഇടിവ് കാണിച്ചു തരുന്നത്. രൂപ 75-ൽ നിന്ന് 80 ആകാൻ 31 മാസം എടുത്തെങ്കിൽ 80-ൽ നിന്ന് 85 ആകാൻ എടുത്തത് വെറും 28 മാസമാണ്. 85 രൂപയിൽ നിന്ന് 90 ആണ് അതിന്റെ മൂല്യമാകാൻ എടുത്തത് 4 മാസമാണ്. 90-ൽ നിന്ന് 95-ലേക്ക് ആയത് വെറും 5 മാസങ്ങൾ കൊണ്ടും. റെക്കോർഡ് മൂല്യ ഇടിവ്. കഴിഞ്ഞ വർഷം RBI ഈ ഇത്തരത്തിലുള്ള ഇടിവിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 50 ബില്യൺ USD ആണ് വിറ്റഴിച്ചത്. അതിന് മുൻപത്തെ വർഷം അത് 34 ബില്യൺ ആയിരുന്നു അതിന്റെ ഒരു സെയിൽ. എക്സ്പേർട്ടുകൾ പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ രാജ്യത്തെ രൂപയുടെ മൂല്യം ഡോളറിന് 100 രൂപ വരെ ആകാം എന്നത് തന്നെയാണ്. ചെറിയ ഇടിവെല്ലാം എല്ലാ കാലത്തും നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്രയും ഏറെ ഒരു വലിയ ഒരു ഇടിവ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് വെളിവാക്കുന്നത്. 2013 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് നോക്കുകയാണ് എങ്കിൽ 63 ബില്യൺ ആയിരുന്നു സർപ്ലസ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഡോളർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഡോളറിനേക്കാൾ കൂടുതലായിരുന്നു. എന്നാൽ 2025-2026 നോക്കുകയാണ് എങ്കിൽ നമ്മൾ 30 ബില്യൺ കടത്തിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയിലേക്കുള്ള ഡോളറിന്റെ വരവ് കുറഞ്ഞു, പോകുന്നത് കൂടി. 2023-2024 സാമ്പത്തിക വർഷം വെച്ച് നോക്കുകയാണ് എങ്കിൽ ആ കൊല്ലം നമുക്ക് 89.4 മില്യൺ സർപ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ 2025-26 സമയം ആകുമ്പോഴേക്കും അത് വെറും 72 മില്യണിലേക്ക് ചുരുങ്ങുകയായിരുന്നു. ബില്യൺ ടു മില്യൺ. അതായത് ലോകത്തിന്റെ ഇന്ത്യയിലേക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മാറിയെന്ന്. കഴിഞ്ഞ 2 വർഷത്തിന് ഇടയിൽ ഇക്വിറ്റി ലിങ്ക്ഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 78 ബില്യൺ ഡോളർ എന്ന ലെവലിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ഫോറിൻ ക്യാപിറ്റൽ കുറയുമ്പോഴും നിക്ഷേപകർ പിൻവാങ്ങുമ്പോഴും ഡോളർ ഔട്ട്ഫ്ലോ ഉണ്ടാകുമ്പോഴും എല്ലാം രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദമുണ്ടാകും. എന്നാൽ വേണ്ട സമയത്തൊന്നും ഫോറിൻ റിസർവ്സ് സംരക്ഷിക്കാനും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് നയിക്കാനും ഒന്നും പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കാതെ ഇരുന്ന ഒരു ഭരണകൂടം പാവങ്ങളോട് ഒതുങ്ങാൻ പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. വരും നാളുകളിൽ എന്താകും ഇന്ത്യയുടെ ഭാവി എന്ന് നമുക്ക് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു.